അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രശ്നം എന്താണ്? ഒരു നേരത്തെ ഭക്ഷണം അത് എല്ലാ ദിവസവും കിട്ടുക എന്നുള്ളതല്ല, എപ്പോഴെങ്കിലും ഒന്ന് ജീവൻ നിലനിർത്താൻ വേണ്ടി ഭക്ഷണം കിട്ടുക എന്നതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രശ്നം. അതിന് അദ്ദേഹത്തിന് വഴിയില്ല. പക്ഷേ ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പള്ളി വിട്ടു പോകാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഇൽമിന്റെ സദസ്സുകളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾക്കറിയാം, ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും അധികം ഹദീസുകൾ നിവേദനം ചെയ്ത സഹാബിമാരെ പറയുമ്പോൾ അതിന്റെ മുൻനിരയിൽ നമ്മൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പറയുന്നു. അത് ഗ്രാറ്റിറ്റ്യൂഡാണ്, അള്ളാഹുവിനോടുള്ള നന്ദിയാണ്. യമനിലായിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ശിർക്ക് ഉപേക്ഷിച്ച് തൗഹീദ് മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്ത് മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായി. അങ്ങനെ മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന് എത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ ഈ വെളിച്ചം എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും അടുത്ത തലമുറകൾക്ക് കൈമാറാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ കഠിനാധ്വാനം ചെയ്യണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി നന്ദിയുടെ ഉടൽ രൂപമായി ഒരു മനുഷ്യൻ മാറുകയായിരുന്നു. ജീവിതത്തിൽ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടായിട്ടും ആ പ്രയാസങ്ങൾക്ക് നടുവിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചം പ്രസരിപ്പിക്കുന്നതിന് വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നടത്തിയ കഠിനാധ്വാനങ്ങൾ, ആ കഠിനാധ്വാനങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹദീസുകളുടെ ഏറിയ കൂറും ഇവിടെ ഉണ്ടായത് എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക.